this is me Neja here and welcome to Rectify English. അപ്പം ഇന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള 5 W's and 1 H ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ once again I welcome you all to Rectify English. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ആർക്കെങ്കിലും ഇംഗ്ലീഷ് നല്ല രീതിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം, അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ട് ഇപ്പം നമുക്ക് ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓഫീസിൽ നല്ല രീതിയിൽ സംസാരിക്കണം, അതേപോലെ തന്നെ കോൺഫിഡൻസ് ഇല്ല, അതേപോലെ പേഴ്സണലായിട്ട് ട്രെയിനിങ് വേണം, ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മളുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. റെക്ടിഫൈ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ കൂടെ ആൻഡ് നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള സ്റ്റുഡൻസ് ആണെന്നെങ്കിൽ നിങ്ങളുടെ ക്ലാസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ പ്രസൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. സോ വി വിൽ ബി ഡയറക്ട്ലി ഗോയിങ് ടു അവർ ക്ലാസ്. സോ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് 5 W's and 1 H ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഇത് വളരെ സിമ്പിളാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതെന്ന് പറയുന്നത് ഏറ്റവും മെയിനായിട്ട് റോള് വഹിക്കുന്നത് എവിടെയാണെന്നറിയോ, നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നിടത്താണ്. അതായത് എങ്ങനെയാണ് പോകുന്നത്, എപ്പോഴാണ് പോകുന്നത്, ഏതിലെയാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ 5 W'സും 1 H'ും ആണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ ഏത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഏതാ യൂസ് ചെയ്യുക, ഈ 5 W'യും 1 H'ും ആണ്. അപ്പോൾ നമുക്ക് ഈ 5 W'സും 1 H'ും എന്താണ് എന്ന് നമുക്ക് ബോർഡിലേക്ക് നോക്കാം. ഈ 5 W'സിൽ ഫസ്റ്റ് വൺ ആണ് വാട്ട്, രണ്ടാമത്തത് ഹൂ, മൂന്നാമത്തത് വെൻ, നാലാമത്തത് വേർ, അഞ്ചാമത്തത് വൈ. ഈ 5 W's പ്ലസ് 1 H ഇസ് ഈക്വൽ ടു ഹൗ. ഇതാണ് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ടാഗുകൾ, അതായത് ക്വസ്റ്റ്യൻ വേർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വാട്ട് എല്ലാം, വാട്ടാണെങ്കിലും ഹൂ ആണെങ്കിലും വെൻ ആണെങ്കിലും വേർ ആണെങ്കിലും വൈ ആണെങ്കിലും ഹൗ ആണെങ്കിലും എല്ലാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇംഗ്ലീഷിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിലും ഈ വേർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ 5 W'സും 1 H'ും യൂസ് ചെയ്യുക, എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ബോർഡിലേക്ക് അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഈ വാട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്ത് എന്നാണ് അർത്ഥം പറയുന്നത്. ഓക്കെ, വാട്ട് എന്നുള്ളത് എന്ത്. വാട്ട് എന്നുള്ളത് നമ്മൾ തിങ്ങും ആക്ഷനും, എന്തെങ്കിലും ഒരു സാധനം, എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഈ 2 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലാണ് വാട്ട് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്ത് എന്നുള്ള കാര്യം നമ്മൾ എക്സാമ്പിൾസ് പറയും, അപ്പം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, ഇനി ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സൺ ആണ്. പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് ഹൂ എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്ലേസിനെ കാണിക്കുന്നതാണ് വേർ എന്ന് പറയുന്നത്. വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സമയത്തെ കാണിക്കുന്നത്, അതായത് എന്തെങ്കിലും ഒരു ടൈമൊക്കെ നമ്മൾ ചോദിക്കുകയാണ്, അപ്പം നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് വെൻ ആയിരിക്കും. വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു റീസൺ ആണ്, എന്തെങ്കിലും ഒരു കാരണം നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ വൈ ആണ് യൂസ് ചെയ്യുക. ഹൗ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെത്തേഡാണ്, എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നത്, ഹൗ യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് മലയാളം ഒന്നും കൂടി നോക്കാം. വാട്ട് എന്നുള്ളത് എന്ത് എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. ഹൂ എന്നുള്ളത് ആര്, പേഴ്സൺ. ഓക്കെ, വേർ എന്നുള്ളത് എവിടെ. ഓക്കെ, അതായത് എവിടെ എന്ന് പറയുമ്പം നമ്മൾ പ്ലേസ് ആണ് പറയുന്നത്. അതേപോലെ തന്നെ വെൻ എന്നുള്ളത് എപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു ടൈമാണ് നോക്കുക. വൈ എന്നുള്ളത് ഇപ്പം നമ്മൾ എന്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചോദിക്കൂലേ, എന്തിന് എന്നുള്ളതാണ് വൈ നമ്മൾ യൂസ് ചെയ്യുക. ഹൗ എന്നുള്ളത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം എങ്ങനെ എന്നുള്ളതാണ് ഹൗ കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ നമ്മളൊരു വിച്ച് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പം ഈ വിച്ച് നമ്മൾ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിച്ച് പല സ്ഥലത്തും കാണാറുണ്ട്. പക്ഷേ ഈ വിച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഈസ് ഡയറക്റ്റ്ലി നമ്മൾ കൊടുക്കുന്നത് പേഴ്സണ്, പ്ലേസ്, തിങ് ഇങ്ങനെയാണ്. അതായത് നമ്മൾ ഹൂ, വേർ, വെൻ എന്നൊക്കെ നമ്മൾ ചോദിക്കൂലേ, അവിടെ നിന്ന് നമ്മൾ ഹൂ പേഴ്സൺ,
ഹൂ പ്ലേസ് അങ്ങനെ നമ്മൾ ചോദിക്കുന്നില്ല. അതിന് പകരമായിട്ട് വിച്ച് ഈസ് ദ പേഴ്സൺ അല്ലെങ്കിൽ വിച്ച് പേഴ്സൺ എന്ന് നമ്മൾ ചോദിക്കും, വിച്ച് പ്ലേസ് എന്ന് നമ്മൾ ചോദിക്കും, വിച്ച് ടൈം എന്ന് നമ്മൾ ചോദിക്കും. അപ്പം ഇത് മൂന്നും സ്പെസിഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ വിച്ച് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡാണ്. ഈ വിച്ചും നമുക്ക് എന്താണ്, ക്വസ്റ്റ്യൻ വേർഡാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നോക്കാം. വാട്ടിൻ്റെ എക്സാമ്പിൾ നോക്കാൻ പോവാണ്. വാട്ട് ഈസ് യുവർ നെയിം, എന്താണ് നിങ്ങളുടെ പേര്. ഓക്കെ, ഇവിടെ വാട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അതേപോലെ വാട്ട് ഹാപ്പൻ യെസ്റ്റർഡേ, നിങ്ങൾക്ക് എന്താണ് ഇന്നലെ സംഭവിച്ചത്. അപ്പോൾ എന്താണ്, വാട്ട് ഇവിടെ യൂസ് ചെയ്തു. അതേപോലെ തന്നെ വാട്ട് ആർ യു ഡൂയിങ് നൗ, എന്താണ് നിങ്ങൾ ഇപ്പം ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ എന്താണ് എന്നുള്ളതിൽ നമ്മൾ എന്ത് എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു വേർഡ് എന്ന് പറയുന്നത് വാട്ടാണ്. ഹൂ എന്നുള്ളത് നമ്മൾ ഒരു പേഴ്സണെയാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പേഴ്സൺ തന്നെയാണോ ഇവിടെ എന്ന് നോക്കാം. ഹൂ ഇസ് യുവർ ടീച്ചർ, ടീച്ചറാണ് ആരാണ്, ഒരു പേഴ്സൺ ആണ്. അപ്പം ആരാണ് നിങ്ങളുടെ ടീച്ചർ എന്നാണ് ചോദിക്കുന്നത്. ഹൂ കോൾഡ് യു, ആരാണ് നിങ്ങളെ വിളിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഹൂ റോട്ട് ദിസ് ബുക്ക്, ആരാണ് ഈ ബുക്ക് എഴുതിയത്. റോട്ടിൻ്റെ മീനിങ് വരുന്നത് എഴുതിയത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ആരാണ് ഈ ബുക്ക് എഴുതിയത്. അപ്പം ഇതിൽ മൂന്നിലും ആരാണ് 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 എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം വിച്ച് മീൻസ് ഹൂ ഇസ് ഈക്വൽ ടു പേഴ്സൺ. വേറെ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ചെക്കിങ് അബൌട്ട് എ പ്ലേസ്, ഒരു പ്ലേസ് ആണ് വേർ എന്നുള്ള വേർഡ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ഈ എക്സാമ്പിൾസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ പ്ലേസ് തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. വേർ ഡു യു ലീവ്, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. സോ എവിടെ. ഓക്കെ, എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. വേർ ഈസ് ദ ഹോസ്പിറ്റൽ, എവിടെയാണ് ആ ഹോസ്പിറ്റൽ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഹോസ്പിറ്റലിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും പറയാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ, എവിടെയായിരുന്നു നിങ്ങൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇവിടെ മൂന്ന് സ്ഥലത്തും എവിടെ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ പറയുന്നത് ഒരു സ്ഥലത്തിൻ്റെ പേരായിരിക്കും. അപ്പം ഇതാണ് വേർ എന്നുള്ളത് നമ്മൾ പറയുന്നത്. വെൻ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ചെക്കിങ് അബൌട്ട് എ ടൈം, ഒരു ടൈം കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമയം കാണിക്കുന്നതിനെയാണ് നമ്മൾ കൂടുതലായിട്ടും വെൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. വെൻ ഇസ് യുവർ ബർത്ത്ഡേ, ഓക്കെ, എപ്പോഴാണ് നിൻ്റെ ബർത്ത്ഡേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, അടുത്തത് വെൻ ഡിഡ് ദ മീറ്റിംഗ് സ്റ്റാർട്ട്, എപ്പോഴാണ് മീറ്റിംഗ് സ്റ്റാർട്ടായത്, തുടങ്ങിയത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതേപോലെ തന്നെ വെൻ വിൽ യു കം, എപ്പോഴാണ് നീ വരുന്നത്. അപ്പം ഇതിൻ്റെ മൂന്നിൻ്റെ മലയാളം നോക്കിക്കേ, എപ്പോഴാണ് എപ്പോഴാണ് എപ്പോഴാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മളൊരു സമയം, അതായത് കറക്റ്റ് ഈ ഒരു 6 o'clock അങ്ങനെ തന്നെ പറയണമെന്നില്ല. അപ്പം വെൻ ഈസ് യുവർ ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് ആണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ആ ഒരു സമയത്തെ അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തെ എന്നൊക്കെ നമുക്ക് ഇപ്പം നാളെയാണ് വെൻ വിൽ യു കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടുമോറോ എന്ന് നമുക്ക് പറയാം. അപ്പം അങ്ങനെ കാണിക്കുന്നത് എപ്പോഴാണ് എന്ന് പറയുന്നതിന് കാണിക്കുന്നതാണ് നമ്മൾക്ക് വെൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒറ്റൊരു ടൈമിനെ മാത്രമാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് എപ്പോഴാണ്, അത് എപ്പം വേണമെങ്കിലും നമുക്ക് പറയാം. ഐ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റീസൺ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പറയില്ലേ, അവിടെയാണ് നമ്മൾ വൈ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നോക്കിക്കേ, വൈ ആർ യു ലേറ്റ്, എന്തുകൊണ്ടാണ് നീ ലേറ്റ് ആയത്. നമ്മൾ ഒരു റീസൺ ഉണ്ടാവില്ലേ, നമുക്ക് നേരം വൈകാൻ ഒരു കാരണം ഉണ്ടാവില്ലേ, അതാണ് ഇവിടെ ചോദിക്കുന്നത്. വൈ ആർ യു ലേറ്റ്. അതേപോലെ വൈ ഡിഡ് യു ചൂസ് ദിസ് കോഴ്സ്, എന്തിനാണ് നീ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്, നമുക്കൊരു കാരണം ഉണ്ടാവും അല്ലേ. അപ്പം ഇത് നിങ്ങൾക്ക് കോമെൻറ്റ് ചെയ്യാൻ പറ്റുമോ. അതായത് നമ്മൾ എന്തിനാണ് റെക്ടിഫൈയിൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത് എന്നുള്ളത് ഒന്ന് കോമെൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അപ്പോൾ എനിക്കും അറിയാമല്ലോ നിങ്ങൾ എന്തിനാണ് ചൂസ് ചെയ്തത് എന്നുള്ളത്. എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വൈ എന്നുള്ളതിൻ്റെ കണ്ടിന്യൂവേഷൻ നോക്കാം. വൈ ഡിഡ് യു ചൂസ് ദിസ് കോഴ്സ്, എന്തിനു വേണ്ടിയിട്ടാണ് നീ ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്. അതേപോലെ തന്നെ വൈ ആർ യു ഹാപ്പി ടുഡേ, എന്തുകൊണ്ടാണ് നീ എന്ത് ചെയ്യുന്നത്, ഇത്രയും ഹാപ്പി ആയിട്ട് ഇന്നിരിക്കുന്നത്. ഇതും എന്താണ്, ഒരു റീസൺ ഉണ്ടാവും നമുക്ക് ഹാപ്പി ആവാൻ അല്ലേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വൈ ഇവിടെ ചോദിക്കുന്നത്. അപ്പം വൈ ഇസ് ഒബ്വിയസ്ലി വൈ എന്നുള്ള എന്ത് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലും അതൊരു റീസണിനെ കാണിക്കുന്നതായിരിക്കും. ഹൗ എന്നുള്ളത് നമ്മൾ പറഞ്ഞു മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹൗ എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൗ ആർ യു, നമ്മൾ നോർമലി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുന്നത്. ഹൗ ആർ യു. ഓക്കെ,
ഹൗ ഡിഡ് യു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്? എങ്ങനെയാണ് നീ നിന്റെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത്, ഏത് മെത്തേഡാണ് നീ യൂസ് ചെയ്തത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ചോദിക്കുന്നത്. ഹൗ ഡിഡ് യു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ്. അതേപോലെ തന്നെ നമുക്ക് ഹൗ ക്യാൻ ഐ ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്, അതായത് ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതായത് ഒന്നും കൂടെ റെഡിയാക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ഹൗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നത് നമ്മൾ മെത്തേഡാണ്. പക്ഷേ ഈ ഹൗ എന്നുള്ള ഒരു വേർഡ് മെത്തേഡ് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ഒരു മെത്തേഡ് കാണിക്കുന്ന ക്വസ്റ്റ്യൻസിന് വേണ്ടി മാത്രമാണോ നമുക്ക് യൂസ് ചെയ്യുക എന്നുള്ളത് ചില ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ചില ആളുകൾ പല സ്ഥലത്തും ഹൗ എന്ന് കേട്ടിട്ടും ഉണ്ടാവും. അത് ഞാൻ ഒന്ന് ഇപ്പം തന്നെ ക്ലാരിഫൈ ചെയ്തു തരാം. ഹൗ എന്നുള്ളത് എവിടെയൊക്കെ യൂസ് ചെയ്യാം? ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫസ്റ്റിൽ തന്നെ മെത്തേഡിൽ നമ്മൾ ഹൗ ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. വേറെ ഏതൊക്കെ ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ, നമ്പർ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഹൗ കോമൺലി യൂസ് ചെയ്യാറുണ്ട്. ഹൗ മെനി, ഓക്കെ, ഇവിടെ ഹൗ മെനി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി എമൗണ്ട് ചോദിക്കുന്ന സമയത്ത് ഹൗ മച്ച് എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സൈസ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഹൗ മച്ച് ആണ്. ഹൗ മച്ച് ഇസ് യുവർ സൈസ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് സൈസ് ചോദിക്കാം, ഹൗ ഇസ് ദ സൈസ് ഓഫ് യുവർ പാൻറ്. അല്ലെങ്കിൽ ഇവിടെ വാട്ടും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷേ നമ്മൾ ഹൗ സൈസിൽ യൂസ് ചെയ്യാറുണ്ട്. ഇത് മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്നല്ല, നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഹൗ ഓൾഡ് ആർ യു, ഓക്കെ, ഹൗ ഓൾഡ് ആർ യു ഏജിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ ഡിസ്റ്റൻസിൽ നമ്മൾ യൂസ് ചെയ്യും ഹൗ ഫാർ യു ഗോ, അല്ലെങ്കിൽ ഹൗ ഫാർ ഇസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഇന്ത്യ ടു വേറെ ഏതെങ്കിലും സ്ഥലം. അങ്ങനെ നമ്മൾ ഹൗ ഫാറും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഹൗവിൽ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് വിച്ച് എന്നുള്ള വേർഡ് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു 5 Ws and 1 H ഇൻക്ലൂഡ് ചെയ്യാത്തത്, അതേപോലെ തന്നെ വിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യാത്തത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. നമ്മൾ ഈ 5 Ws and 1 H എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള കോൺവെർസേഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ്. ഞാൻ ബോർഡിലേക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാവും. അപ്പം ഇതിൽ വിച്ച് എന്ന് പറയുന്ന കാര്യത്തിന് കൂടുതലായിട്ടുള്ള റോളില്ല. അതായത് വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ കോൺവെർസേഷൻ അവിടെ ഫുള്ളാവും എന്നാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറയുന്നത്. അതായത് ഈ 5 Wsൻ്റെയും 1 Hൻ്റെയും ആൻസർ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു സിറ്റുവേഷൻ എന്താണ് അവിടെ നടന്നത് എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ് പറയുന്നത്. എക്സാമ്പിളിൽ നമ്മൾ ഒരു ടോട്ടൽ ക്ലാസ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പം ഈ ഒരു ടോട്ടൽ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. അതായത് ബേസിക് ആയിട്ടുള്ള ഫുൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹൂ ഇസ് ദ ടീച്ചർ? ആരാണ് ഈ ക്ലാസ് എടുക്കുന്ന ടീച്ചർ എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ ടോപ്പിക്? എന്താണ് കുട്ടികൾ പഠിക്കുന്ന ടോപ്പിക് എന്നാണ് ചോദിക്കുന്നത്. ഇത് ടീച്ചർ, ഇത് ടോപ്പിക്. ഓക്കെ, വേർ ഈസ് ദ ക്ലാസ്? എവിടെയാണ്? ഓക്കെ, അപ്പം നമ്മൾ ആരാണെന്ന് ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചു, എവിടെയാണെന്ന് ചോദിച്ചു. വേർ ഈസ് ദ ക്ലാസ്? എവിടെയാണ് ക്ലാസ് നടക്കുന്നത്? ആൻഡ് വൈ ആർ ദ സ്റ്റുഡൻസ് ലേണിംഗ് ദ ടോപ്പിക്? എന്തുകൊണ്ടാണ് ഈ സ്റ്റുഡൻസ് ഈ ഒരു ടോപ്പിക്ക് തന്നെ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ സ്റ്റുഡൻസ് ഈ ഒരു ക്ലാസ് പഠിക്കുന്നത്? ഓക്കെ, ഇനി ഹൗ ഈസ് ദ ടീച്ചർ എക്സ്പ്ലെയിനിങ്? എങ്ങനെയാണ് ആ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതായത് വിവരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നാണ്. ഇപ്പം മലയാളം പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടാണ്, കുറച്ചുകൂടെ സ്റ്റോറി പറഞ്ഞിട്ടാണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതേപോലെ തന്നെ വെൻ ഡിഡ് ഇറ്റ് സ്റ്റാർട്ട്? എപ്പോഴാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്? അപ്പം നമ്മുടെ 1 2 3 4 5 Ws and 1 H. ഓക്കെ, ഇപ്പം നമ്മൾ ഏകദേശം എല്ലാ 5 Wsഉം 1 Hഉം ഇതിൽ കവർ ചെയ്തു. നമുക്ക് എല്ലാ ബേസിക് ഇൻഫർമേഷനും കിട്ടി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? 5 Wsഉം 1 Hഉം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്കുള്ള ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോർഡിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഈ എല്ലാ Wsഉം അതേപോലെ തന്നെ 1 Hഉം വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു എക്സാമ്പിൾ നിങ്ങളും ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ ക്ലാസ്സിൻ്റെ അല്ലേ ക്രിയേറ്റ് ചെയ്തത്, അങ്ങനെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ബേസ് ചെയ്ത് ഇങ്ങനത്തെ
ഈ എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത് നമ്മൾ ഒരു ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. അപ്പം നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് അത് ഭയങ്കരമായിട്ട് ഇൻജെക്റ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ മൈൻഡിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ അത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ക്ലാസ് എൻഡ് ചെയ്യാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ ക്ലാസ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നമുക്ക് പേഴ്സണൽ ട്രെയിനിങ് വേണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ക്ലാസ് കാണുക. നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് അല്ല ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സജഷൻസും പറയണം. അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് മീ. അതേപോലെ തന്നെ നമ്മളുടെ ക്ലാസ് ഓരോ ദിവസവും പഠിപ്പിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് വൺസ് അഗെയിൻ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ.